ഇന്ന് നമുക്ക് ഒരു സാധനം വെച്ച് വെറൈറ്റി സാധനം ഉണ്ടാക്കിയാലോ. വെറൈറ്റി ഉണ്ടാക്കണമെങ്കിലേ കുറച്ച് ഉള്ളി വേണം. പിന്നെ ക്യാബേജ് എൻ്റെ കയ്യിൽ ഇല്ലോണ്ടിട്ടാണ് ഇട്ടു. നിങ്ങളെ ഇല്ലെങ്കിൽ പോട്ടെ, കുഴപ്പമില്ലടാ. പിന്നെ നമുക്ക് വേണ്ടാണ് ചില്ലി. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് പറഞ്ഞുതരാം. അടുത്ത് നമുക്ക് വേണ്ടത് ബജിമുളകാണ്. അവരൊന്ന് പോസ്റ്റ് മാർട്ടം ചെയ്ത് ഇങ്ങനെ ആക്കാം. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കാം. അതിൽ നമ്മൾ ഉരുളക്കെങ്കിലേ അതൊന്ന് വേവിച്ചിട്ട് നല്ല ഒട്ടച്ചിട്ട് വിടണം കേട്ടോ. എന്നാലുള്ള അതിന്റെ രാസപ്രവർത്തനം നടക്കും. നമുക്ക് അതിൽ സ്വല്പ ഉപ്പ്, പിന്നെ കുറച്ച് ചിന്ന മുളക് പൊടി, പിന്നെ തോടാ ഗരം മസാല, പിന്നെ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ എല്ലാം കൂടി മിക്സ് അതിന്റെ ഇടയ്ക്ക് കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുത്താളേ അതിനെ കുറച്ച് സന്തോഷമാട്ടെ. അപ്പൊ ഒന്ന് റെഡി ആക്കിയാൽ നമുക്ക് മറ്റേ കാര്യത്തിലേക്ക് പോവാം. മറ്റേ കാര്യം ഇതാന്ന് കിട്ടാ. അതിന്റെ അകത്ത് മുളക് എടുക്കുക, മറ്റേ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത ആളൊന്ന് കുട്ടപ്പനാവും. നമുക്കൊന്ന് കുട്ടപ്പനെ സുന്ദരനാക്കിയാലോ. അതിന് പെട്ടെന്ന് ഒരു ബൗളിൽ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കും, വിത്ത് മൈദ ഇട്ട് കൊടുക്കും, കുറച്ച് ഉപ്പും കുരുമുളക് കൂടെ എല്ലാം കിട്ടും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ആവാത്ത രീതിയിൽ കുറച്ച് തിക്കിൽ അങ്ങോട്ട് കുഴച്ചെടുക്കും. ഇനി നമുക്ക് കുളിപ്പിക്കേണ്ട പരിപാടിയിലേക്ക് കിടക്കാം. മൂപ്പർ അങ്ങോട്ട് എടുക്കുക, തിരിക്കുക, മറിക്കുക, ചൂടുള്ള എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുക. അപ്പൊ ഇതുപോലെ സുന്ദര സുമുഖ സുസ്കാന്തനായി കിട്ടും. ഇതാണ് അതിന്റെ ഒരു രാസപ്രവർത്തനം. അപ്പൊ ഇതെങ്ങനെ വെറൈറ്റി ആയില്ലേ. സോസോ ചട്നി എന്തെടുത്താലും വേണ്ടിയില്ല, കൂട്ടി തിന്നാ പൊളിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോകല്ലേ.